ഞാൻ നാളെ ഒരു കമ്പനി, ഒരു 1% കമ്പനി ഉണ്ടാക്കുന്നു, ഈ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ നിന്ന് ഞാൻ 1,00,000 രൂപ വാങ്ങുന്നു, ഞാൻ എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒരു കമ്പനി തുടങ്ങിയതിന് ശേഷം ഞാൻ പറയുന്നത് ഞാൻ IT-യുടെ പ്രഗത്ഭ അങ്ങനെന്തോ അല്ലേ ഇവർ പറയുന്നത്, IT മേഖലയിലെ പ്രഗത്ഭ, ഞാൻ IT മേഖലയിലെ ഒരു പ്രഗത്ഭനാണ്, എനിക്കും കൂടി ഒരു കോൺട്രാക്റ്റിങ് തന്നേക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സേവനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വായുവിൽ എഴുതി കാണിക്കാം എന്ന് പറയാം. എനിക്ക് കിട്ടുമോ? കേസ് ജയിച്ചാലോ തോറ്റാലോ വൈദ്യനാഥൻ വക്കീലിന് എന്താ കുഴപ്പം? അദ്ദേഹത്തിൻ്റെ വക്കീൽ ഫീസ് അവിടെ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വക്കീൽ ഫീസ് പോലും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, തെരുവിൽ കച്ചവടം നടത്തുന്ന, മീൻ വിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ നികുതി പണം കൂടിയാണ് നിങ്ങൾ ഈ കൊടുക്കുന്നത് എന്നുള്ള ഒരു ബോധമെങ്കിലും നിങ്ങളുണ്ടാവുക. ഡയറക്ടർ ബോർഡ് കൂടുന്ന സമയത്ത് എന്താണ് അവിടെ ഇരിക്കുക? അത് ഈ പാലിൽ കുതിർത്ത അണ്ടിപ്പരിപ്പ് കഴിച്ച് ചായ കുടിക്കുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ അതിരിക്കുന്നത്. നമ്മൾ ആരെ പറ്റിയാണ് പറയുന്നത്? ഇത് ഏതെങ്കിലും ഒരു കർത്തായുടെ കമ്പനി അല്ല. നമ്മളീ പറയുന്നത് പൊതുമേഖലാ സ്ഥാപനമാണ്, കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് കേന്ദ്രത്തിൻ്റെ അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ച ചോദ്യം തന്നെയല്ലേ അവരോട് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ മടിയിൽ കനമുണ്ടോടെ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. ഈ മണ്ടന്മാരെ അല്ലല്ലോ ഇവിടെ ജോലിക്ക് വെക്കുക. അവിടെ ഒരു ഡയറക്ടറെ വെക്കുകയാണെങ്കിൽ ആ ഡയറക്ടർക്ക് എന്താണ് ഡയറക്ടറിൻ്റെ ഉത്തരവാദിത്തം എന്നറിയാമല്ലോ. കമ്പനീസ് ആക്ട് വഴി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ ഈ KSIDC. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലീഗലായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഈ ബോർഡിലേക്ക് പോകുന്ന സമയത്ത് ബോർഡ് ചർച്ച ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങൾ, ശരി, തൽക്കാലത്തേക്കൊരു വാദത്തിന് ദൈനംദിന പ്രവർത്തനങ്ങൾ, മാനേജ്മെൻറ്റ്, കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എങ്കിൽ പോലും ഈ ഡയറക്ടർ ബോർഡ് കൂടുന്ന സമയത്ത് എന്താണ് അവിടെ ഇരിക്കുക? അത് ഈ പാലിൽ കുതിർത്ത അണ്ടിപ്പരിപ്പ് കഴിച്ച് ചായ കുടിക്കുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ അതിരിക്കുന്നത്. അവിടെ കുറേ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. ആ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് ഇവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലാഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലാഭവിഹിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബിസിനസ്സിലെ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പറയുന്ന മറ്റ് നിയമ നടപടികൾ, ഈ കാര്യങ്ങളെല്ലാം വരും. ആ വരുന്ന സമയത്തും ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളാവാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്തും യാതൊരു വിധത്തിലുള്ള ഇടപെടലുമില്ലാതെ ടു സിൻ ബൈ സൈലൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇവർ മിണ്ടാതെ ഇരുന്ന് ആ പാപത്തിൽ ഇവർ പങ്കു ചേർന്നിട്ടുണ്ട് എന്നേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് അവരെന്താ ചെയ്യുക? ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോവുക. ഈ കോടതി പറഞ്ഞിരിക്കുന്നതെല്ലാം, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള സംവിധാനങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് നോൺ സ്പീക്കിംഗ് ഓർഡറുകളാണ്. അതിന് എന്താണെന്ന് കാരണം പറഞ്ഞിട്ടില്ല, ഞങ്ങളെ കേട്ടില്ല, ഞങ്ങൾക്ക് നാച്ചുറൽ ജസ്റ്റിസ് അവിടെ നിഷേധിക്കപ്പെട്ടു, അവിടെ അബ്യൂസ് ഓഫ് പവർ നടക്കുന്നു, അവിടെ കെടുകാര്യസ്ഥതയാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ഈ കാര്യത്തിലില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ നിയമത്തിൽ പറയുന്നതനുസരിച്ച് എനി മെമ്പർ ഓഫ് ദ കമ്പനി പബ്ലിക് ഇൻട്രസ്റ്റ് വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പോകാമെന്നാണ്. പക്ഷേ ഇവർക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ഈ കാര്യത്തിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും ഇവർക്ക് സംശയമില്ല. കാരണം അവർ പറഞ്ഞത് സ്ഥാപിച്ചിട്ടില്ല, അത് തെളിയിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതിനൊക്കെ അപ്പുറത്തേക്ക് അവർ പറയുന്നത് എന്താണ്? ഈ പറയുന്ന നോട്ടീസും നടപടികളും എല്ലാം ഇല്ലീഗലാണ് എന്നാണ്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമവ്യവസ്ഥാ സംവിധാനങ്ങളൊക്കെ തന്നെ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ട് ഈ KSIDCയും CMRLനെയും എക്സാലോജിക്കിനെയും എല്ലാം തന്നെ ശ്വാസം മുട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് ഈ KSIDC പറഞ്ഞു വെക്കുന്നത്. ഇതിൽ KSIDCക്ക് മാത്രമായിട്ട് ഒരു ന്യായവും മറ്റുള്ള ആൾക്കാർക്ക് വെവ്വേറെ ന്യായവും ഒന്നുമില്ല. കാരണം ഇവരെല്ലാവരും തന്നെ ഇതിൽ പാർട്ടിയാണ്. അതല്ല എങ്കിൽ പിന്നീട് എന്തുകൊണ്ടാണ് ഇവരിലേക്ക് അന്വേഷണം വരുന്നത്? എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തെ നേരിടുന്നതിന് പകരം നമ്മൾ ആരെ പറ്റിയാണ് പറയുന്നത്? ഇത് ഏതെങ്കിലും ഒരു കർത്തായുടെ കമ്പനി അല്ല. നമ്മളീ പറയുന്നത് പൊതുമേഖലാ സ്ഥാപനമാണ്, കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് കേന്ദ്രത്തിൻ്റെ അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ച ചോദ്യം തന്നെയല്ലേ അവരോട് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ മടിയിൽ കനമുണ്ടോടെ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. CMRL എത്ര സാധുക്കളാണെന്ന് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. CMRLനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞതുപോലെ വടിയെടുത്ത് കൊടുത്തു, അടിമേടിച്ചതിന് ശേഷം ഒരിടത്തേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കളിയിൽ അവരില്ല. ഇപ്പോൾ ഈ കളിക്കുന്നത് മുഴുവനും എക്സാലോജിക്കും KSIDCയുമാണ്. ഇവർ രണ്ടുപേരും ഒരേ വാദമാണ്. ഒരാൾ കേരള ഹൈക്കോടതിയിൽ പോയി പറയുന്നെങ്കിൽ മറ്റേ കർണാടക ഹൈക്കോടതിയിൽ പോയി പറയുന്നു. ഒരാൾ അവിടെ സ്റ്റേ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഒരാൾ ക്വാഷ് ചെയ്തേക്കെന്നാണ് പറയുന്നത്. ഞങ്ങളെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്കൊന്നും കൊണ്ടുവരുന്നത്, ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്തിനാണെന്ന് ഈ പാനിക്ക്? നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ നിങ്ങൾ ഈ സർക്കാരിൻ്റെ നോമിനികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള താല്പര്യങ്ങളല്ലല്ലോ അവിടെ നടത്തുന്നത്. KSIDCയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാളിന് എൻ്റെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ഞാൻ അവിടെ നടപ്പാക്കാൻ പോകുന്നു എന്നുണ്ടോ? ഉദ്യോഗസ്ഥരായിട്ടുള്ള എത്രയോ ആൾക്കാർ കേസുകളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അത് അവരെല്ലാം മോശമായതുകൊണ്ടാണോ? അല്ല. അവരുടെ ആ സ്ഥാപനത്തിനെ ഏതെങ്കിലും ഒരു കപ്പാസിറ്റിയിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു കേസ് വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ അതിൽ സഹകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പോവുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ഇവർ ഈ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെന്തോ തീരുമാനമെടുത്തു, അതുകൊണ്ട് അതിലേക്കൊന്നും പോകരുത് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പാനിക് എന്തിനാണ്? അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രസക്തമാകുന്നത് ഏത് രീതിയിലുള്ള അന്വേഷണവും എല്ലാ കേന്ദ്ര ഏജൻസികളും വന്ന് ഇവിടെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വിശാലഹൃദയനായ ആശാൻ അങ്ങോട്ട് ഡൽഹിയിലേക്ക് കത്തയച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ആഘോഷിച്ച് നടന്നിരുന്ന അന്തം കമ്മി കൂട്ടങ്ങളുള്ള സ്ഥലമാണിത്.
അപ്പോഴാണ് നമ്മൾ ചോദിക്കേണ്ടത്, ഇത് നിങ്ങളുടെ സംഭവമല്ലല്ലോ. CMRL എന്ന് പറഞ്ഞ് വേറൊരു കമ്പനി, എക്സാലോജിക് എന്ന് പറഞ്ഞ് വേറൊരു കമ്പനി, KSIDC എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷിക്കുന്നതിന് പോലും ആരെയും ഭയമില്ലാതിരിക്കുന്ന ഒരു നാട്ടിൽ എന്തിനാണെന്ന് ഈ കേരളത്തിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം വരുന്നത്? ആദ്യമായിട്ടാണോ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം ഏതെങ്കിലും ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത് ഇത്രയും വലിയ കാര്യമൊക്കെ? ഞങ്ങൾക്ക് പേടിയില്ല എന്നൊക്കെയാണ് ഓരോ നേതാക്കന്മാർ പറയുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് പേടി? ഇത് വീണ വിജയൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിൻ്റെ കമ്പനിയാണ്. അതിൽ CPM എന്തിനാണ് പേടി? അതിലുള്ള ആൾക്കാർക്ക് എന്തിനാണ് പേടി? ശ്രീ പിണറായി വിജയൻ എന്തിനാണ് പേടി? അല്ല, മകൾ വഴി അച്ഛനിലേക്ക് എത്താം എന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ചിന്ത എന്ന് ശ്രീ MV ഗോവിന്ദനെ പോലെ മുതിർന്ന ഒരു നേതാവ് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം പറയാതെ നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ പരോക്ഷമായി നമ്മളോട് പറയുന്നത് മകൾ വഴി പോയാൽ അച്ഛനിലേക്ക് എത്താം എന്ന് തന്നെയല്ലേ? അപ്പോൾ മകൾ വഴി പോയാൽ മകൾ വഴി തന്നെ വന്നങ്ങ് നിൽക്കുകയായിരുന്നു എങ്കിൽ അത് അച്ഛനിലേക്ക് എത്തില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? നേരത്തെ പറഞ്ഞിരുന്നത് ഇവരുടെ ലോജിക്ക് തന്നെ എടുത്തു നോക്കൂ. ദുർഗന്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയിട്ടുള്ളൂ എന്നാണ് ശ്രീ G. സുധാകരൻ പണ്ട് പറഞ്ഞത്, അല്ലേ? അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സ്ഥാനം വരെ എത്തിയിട്ടുള്ളൂ, മുഖ്യമന്ത്രിയിലേക്ക് എത്തിയിട്ടില്ല എന്ന്. അപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി വഴി പോയാൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തില്ല എന്നാണ് ഇവർ പറഞ്ഞത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറൽ പ്രോഗ്രഷൻ അതാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാണ്, പക്ഷേ അത് എത്തില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ മകൾ വഴി പോയി കഴിഞ്ഞാൽ അച്ഛനിലേക്ക് എത്താം എന്നൊരു സാധ്യത ഇവരെന്തിനാണ് ഇവിടെ തുറന്നിടുന്നത്? അപ്പോൾ ആ സാധ്യത ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരാണെന്നേ? MV ഗോവിന്ദൻ അല്ല, ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡാണ്. അവരാണ് പറയുന്നത് ഇവർക്ക് ഈ കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നത് ബന്ധുത്വം വഴിയാണ് എന്ന്. ഈ CMRലും മറ്റുമായി ബന്ധപ്പെട്ട് നിയന്ത്രിക്കുന്നത് ആരാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണ ഏജൻസികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ, മലയാളികൾ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വീണ വിജയൻ കാശ് കൊടുത്തോ ടാക്സ് അടച്ചോ അത് കണക്കിൽ കാണിച്ചിട്ടുണ്ടോ മറ്റേതുണ്ടോ മറിച്ചതുണ്ടോ ഇതൊന്നും പ്രശ്നമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യണം. നെപ്പോട്ടിസം വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു മാർഗ്ഗം വഴിയോ ബന്ധുത്വം വഴിയോ ഇവിടെ ഒരാൾക്കും ഒരു കോൺട്രാക്റ്റും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. CMRL പോലെയുള്ള ഒരു സ്ഥാപനമൊക്കെ തന്നെ എന്ത് സേവനത്തിൻ്റെ പേരിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്? അപ്പം ഞാൻ സേവനം കൊടുക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കമ്പനി ഉണ്ടാക്കിയിട്ട് അങ്ങ് ചെന്നാൽ മതിയെന്നേ. എനിക്ക് കിട്ടുമോ? ഞാൻ നാളെ ഒരു കമ്പനി, ഒരു 1% കമ്പനി ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൽ നിന്ന് ഞാൻ 1 ലക്ഷം രൂപ വാങ്ങുന്നു. ഞാൻ എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒരു കമ്പനി തുടങ്ങിയതിന് ശേഷം ഞാൻ പറയുന്നത് ഞാൻ ITയുടെ പ്രഗത്ഭ അങ്ങനെ എന്തോ അല്ലേ ഇവർ പറയുന്നത്? IT മേഖലയിലെ പ്രഗത്ഭ, ഞാൻ IT മേഖലയിലെ ഒരു പ്രഗത്ഭനാണ്, എനിക്കും കൂടി ഒരു കോൺട്രാക്റ്റിങ് തന്നേക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സേവനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വായുവിൽ എഴുതി കാണിക്കാം എന്ന് പറയാം. എനിക്ക് കിട്ടുമോ? എനിക്ക് കിട്ടില്ല, ഒരാൾക്കും കിട്ടില്ല. ശ്രീ അനിൽ നമ്പ്യാർക്ക് കിട്ടില്ല, ഈ ചർച്ചയിലിരിക്കുന്ന ഒരാൾക്കും കിട്ടില്ല. പക്ഷേ അത് ഒരാൾക്ക് ഇവിടെ കിട്ടി. അതെങ്ങനെ കിട്ടി എന്നുള്ളത് ഇവിടെ അറിയണ്ടേ? കാരണം അവിടെ അത് കൊടുത്തിരിക്കുന്ന കമ്പനിയിൽ KSIDCക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നേ, അവർക്ക് 14.3% സ്റ്റേക്ക് ഉണ്ടെന്നേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയേണ്ടതല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകണമെങ്കിൽ ഈ കൈകൾ ശുദ്ധമാണെന്ന് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ആ കൈകൾ ശുദ്ധമാണ് എന്ന് തെളിയിക്കേണ്ടി വരും. അപ്പോൾ അതിനിവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങളുണ്ട്. അതുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിങ്ങനെ വരുന്ന സമയത്ത് ഓരോരോ തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് കോടതികളിലേക്ക് പോവുകയല്ല വേണ്ടത്. അതിനു വേണ്ടിയിട്ട് വീണ്ടും പൊതുജനങ്ങളുടെ, പാവപ്പെട്ട നമ്മളുടെയൊക്കെ തന്നെ പണം മുടക്കിക്കൊണ്ട് വൈദ്യനാഥൻ വക്കീൽമാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ കൊടുക്കുകയല്ല ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ കേസ് ജയിച്ചാലോ തോറ്റാലോ വൈദ്യനാഥൻ വക്കീലിന് എന്താ കുഴപ്പം? അദ്ദേഹത്തിൻ്റെ വക്കീൽ ഫീസ് അവിടെ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വക്കീൽ ഫീസ് പോലും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, തെരുവിൽ കച്ചവടം നടത്തുന്ന, മീൻ വിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ നികുതി പണം കൂടിയാണ് നിങ്ങൾ ഈ കൊടുക്കുന്നതെന്നുള്ള ഒരു ബോധമെങ്കിലും നിങ്ങളുണ്ടാവുക. അപ്പോൾ അവിടെയാണ് ഈ മകൾ വഴി അച്ഛനിലേക്ക് പോകണോ വേണ്ടയോ എന്നൊക്കെ പറയുന്ന കാര്യത്തിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ടത്.